കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെയധികം നിർണായകമായ ഒരു സ്ഥിതിവിശേഷമാണ് ഈ ഇലക്ഷൻ സമയത്തുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങളായി കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കേരളത്തിൽ അധികാരമില്ല. അധികാര രാഷ്ട്രീയമില്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംഘടനയെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്നത് വലിയ ചോദ്യചിഹ്നമാണ്. അധികാരമില്ലാത്ത ഈ 10 വർഷങ്ങളും പാർട്ടിയെ നയിച്ച ഒരാളെന്ന രീതിയിൽ ഇലക്ഷനെ നേരിടുമ്പോൾ കോൺഗ്രസിലെ അണികളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള ഒരു സപ്പോർട്ടും ഒരു ദിശാബോധവും ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശരിയാ, ചോദ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി വളരെ കടുത്ത വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ്. UDF വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ഉപയോഗിക്കും? കേന്ദ്രത്തിൽ അധികാരമില്ല, കേരളത്തിലും അധികാരമില്ല, മറ്റൊരു സൗകര്യമില്ല. ഇപ്പം എന്നെ പോലുള്ള ആളുകൾ 2001 ആദ്യമായി ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അന്ന് ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ കൃഷ്ണൻ കണിയാമ്പറമ്പിൽ കൃഷിമന്ത്രിയായിരുന്നു അപ്പുറത്ത് മത്സരിച്ചത്. എനിക്ക് വളരെ അടുപ്പുള്ള ആളായിരുന്നു അദ്ദേഹം. ഞാനൊരു വളരെ നിസ്സാരനായ അന്ന് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് മാത്രമായിരുന്നു. അന്ന് മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ ഉള്ളം കയ്യിൽ കൊണ്ടിടുന്നത് തന്നെ അവർ മാത്രമൊന്നുമല്ല, ഒരുപാട് ഇടതുപക്ഷ അനുഭാവികൾ, നല്ലവരായ ഇടതുപക്ഷ അനുഭാവികൾ, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച SFIക്കാരായ സുഹൃത്തുക്കൾ, അതേപോലെ എന്നെ തിരിച്ചറിഞ്ഞ ചില DYFIക്കാരായ സുഹൃത്തുക്കൾ, എൻ്റെ രാഷ്ട്രീയ നിലപാടറിയുന്ന ആളുകൾ, സഖാവ് സർദാർ ഗോപാലകൃഷ്ണൻ രക്തസാക്ഷിയായ നാട്ടിക പോലത്തെ ഒരു സ്ഥലത്ത് കൃഷ്ണൻ കണിയാമറമ്പിൽ എന്ന പ്രശസ്തനായ മന്ത്രിയായിരിക്കുമ്പോഴും നല്ല വ്യക്തിയായിരുന്നു, നല്ല പോപ്പുലർ ആളായിരുന്നു, നല്ല ജനസ്വാധീനമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് എന്നെ പോലത്തെ ഒരു പൊടിക്കുപ്പി ഒരു കുഞ്ഞു കുട്ടി മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരും UDFകാരും കൂടെ കൊണ്ടുനടക്കുന്ന കൂട്ടത്തിൽ നാട്ടികക്കാരായ ആളുകൾ എന്നെ കൂടെ കൊണ്ടുനടന്നു. അതിന് മതം ഉണ്ടായിരുന്നില്ല, ജാതി ഉണ്ടായിരുന്നില്ല, രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. സ്വയം ചുമരെഴുതിയവർ, സ്വയം ബോർഡ് വെച്ചവർ, അവർ തന്നെയായിരുന്നു വെയിൽ കൊണ്ട് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ കട്ടൻ ചായ വാങ്ങി കുടിച്ചത് അവർ തന്നെയായിരുന്നു. എനിക്ക് പോക്കറ്റ് മണി കൊണ്ട് തന്നിട്ടുള്ള ആളുകളുണ്ട്. റിട്ടയർ ചെയ്തിട്ടുള്ള ചില അധ്യാപകർ അവർക്ക് കിട്ടിയ പെൻഷൻ കണ്ണ് നിറഞ്ഞ് കവറിലാക്കി എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ റോഡിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ ഒരു കാശ് കുടിക്കുന്ന ഒരു പിടി കാശ് എടുത്ത് കൊണ്ട് വന്നിട്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുള്ള ചില വയസ്സായ അമ്മമാരുണ്ട്. അതായിരുന്നു ഞാൻ 2001 ആദ്യമായി നിയമസഭ നിൽക്കുമ്പോൾ ഇലക്ഷൻ നിൽക്കുമ്പോൾ കണ്ടത്. ആ കാലമായ ശേഷം 25 വർഷം പിന്നിട്ടു. ഇപ്പോഴും എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ എവിടെ മത്സരിച്ചാലും അവിടെയുള്ള UDF അനുഭാവികളും പ്രവർത്തകരും മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയ നിലപാടറിയുന്ന ആളുകൾ, അവർ മറ്റു പല പാർട്ടിക്കാരാവും, അവരടക്കം എന്നെ ചേർത്ത് നിർത്തുന്ന നല്ല വിശ്വാസമുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ മൂലധനം, അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ആ മൂലധനം ശക്തികളുള്ളിടത്തോളം കാലം എവിടെ മത്സരിച്ചാലും എനിക്ക് സഹായികളുണ്ടാവും, ഉറപ്പാണ്.